പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ദേവേനാണെങ്കിൽ അവിടെ എണീറ്റിരിക്കുക കേട്ടോ. ഇരുന്നിട്ട് ചായക്കൊക്കെ വേണ്ടി ഇരിക്കുക. കാര്യം വെച്ചാൽ നമ്മൾ നയനയാണ് ഡെയിലി ഇവർക്ക് ചായ കൊണ്ട് കൊടുക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്നാണെങ്കിലും നമ്മൾ നയന എണീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ദേവ്യാനി ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, എന്താ പറ്റി നയനമോൾക്ക് എന്താ പറ്റി. സാധാരണ നയനമോളാണല്ലോ രാവിലെ ചായ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാം വിളിച്ചുണർത്തുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജയൻ്റെ അടുത്ത്. അപ്പോൾ ഇനി മോൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജയൻ്റെ അടുത്ത് ചോദിക്കുവാണേ. അപ്പോഴത്തേക്ക് ജയൻ പറയുന്നുണ്ട്, എന്നാൽ താനൊരു കാര്യം ചെയ്യും, താൻ പോയി നോക്ക്, മോക്ക് വയ്യാതെ എങ്ങാണ് ഇനി കിടക്കുവാണെന്നൊക്കെ ഒന്ന് പോയി നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ദേവ്യാനി അടുത്ത്. ജയൻ പറയുന്നുണ്ട്, എന്താ പറ്റിയെന്ന് അറിയണമല്ലോ, എന്തായാലും ഞാനും കൂടെ വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ ദേവ്യാനി നേരെ നമ്മൾ അടുക്കളയിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നമ്മളെ നയനെ കാണുന്നില്ല. അങ്ങനെ നമ്മൾ ദേവ്യാനി എന്ത് ചെയ്യും, നേരെ പിന്നെ നയന റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് നയന അവിടെ കിടക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശിൻ്റെ അടുത്ത് ചോദിക്കും, എന്താ പറ്റി മോൾക്ക്, എന്താ പറ്റി, മോളെന്താ കിടക്കുന്നത്. സാധാരണ മോൾ അതിരാവിലെ എണീറ്റ് എല്ലാവർക്കും ചായയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതാണല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയും, എന്താണെന്നറിയത്തില്ല അമ്മേ, പിന്നെ നയനയ്ക്ക് എന്തോ ഒരു ചെറിയ തലകറക്കം ഉണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറുതായിട്ടൊന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നെന്ന് പറയുകയും അങ്ങനെ ഞാനൊരു കോഫിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതും കുടിച്ചിട്ട് കിടക്കുകയെന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മളെ ദേവ്യാനി പറയും, എങ്ങനെ ഉണ്ടാവാതിരിക്കുന്ന, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കത്തൊന്നും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ വയ്യായിക വരാതിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയും ജോലിയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അങ്ങ് നടക്കുമല്ലേ, പിന്നെ എനിക്ക് കരൾ തന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന്, പക്ഷേ അതൊന്നും അവൾ ശ്രദ്ധിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മളെ ദേവ്യാനി പറയുന്നുണ്ട്, പിന്നെ എന്തായാലും നമുക്ക് നയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്ക് ആദർശ് പറയും, ഞാൻ അങ്ങോട്ട് വന്നിട്ട് അമ്മയെ വിളിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു, നമുക്ക് പിന്നെ നയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാര്യച്ച് ആ കൊട്ടും വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ദേവ്യാനിയും ആദർശും നയനയും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ നേരെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുപോയി കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നയനെ പരിശോധിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് വന്നിട്ട് ദേവ്യാനി അടുത്ത് പറയുന്നുണ്ട്, എന്താ ഇത്ര ലേറ്റ് ആയത്, ഇച്ചിരി കൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ആളെ ട്രിപ്പൊക്കെ ഇടേണ്ടി വന്ന് അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഡോക്ടർ ദേവ്യാനി അടുത്ത്. ദേവ്യാനി പറയുന്നുണ്ട്, അത് മോള് രാവിലെ എണീറ്റ് എല്ലാവർക്കും കോഫിയും ഒക്കെ ആയിട്ട് വരുന്നതാണ്, പക്ഷേ ഇന്ന് മോളെ കാണാത്തത് കൊണ്ട് ഞാൻ തിരക്കി ചെന്നപ്പോഴാണ് ഇതണക്ക് മോള് വയ്യാതെ കിടക്കുന്നത് കണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, എത്ര വയ്യെങ്കിലും ആരടുത്തും ഒന്നും പറയത്തില്ല, എല്ലാം കൊണ്ട് നടക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുക ദേവ്യാനി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ ദേവ്യാനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ആവും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദേവ്യാനിക്ക് മൊത്തത്തിൽ ടെൻഷനായിരിക്കും. അപ്പം ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അതെന്താ പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ, ഡോക്ടർ കാര്യം പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡോക്ടർ പറയും, ആ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ എന്തായാലും ദേവ്യാനി നല്ല സന്തോഷമാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ ടെൻഷനൊക്കെ കൂടുമെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ദേവ്യാനി പറയും, എന്താണെങ്കിലും പറയുമ്പോഴത്തേക്ക് പറയും, ദേവ്യാനിയും ഒരു മുത്തശ്ശിയാവാൻ പോകുന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ ദേവ്യാനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ദേവ്യാനി അങ്ങ് തുള്ളി ചാടുന്നുണ്ട്. അപ്പോൾ ദേവ്യാനി പറയും, ഈ ഒരു കാര്യം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനി പറയുക. ദേവ്യാനി പറയുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ആദർശിൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്ക് ആദർശം നല്ല സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതൊരു നാളത്തോടെയൊക്കെയാണ് നമ്മൾ നയന വരുന്നത്. അപ്പം ദേവ്യാനി പറയുന്നുണ്ട്, പണിയൊക്കെ പറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ദേവ്യാനിയും നല്ല സന്തോഷത്തിലിരിക്കുക കേട്ടോ. അങ്ങനെ ആദർശാണെങ്കിൽ ചെന്ന് നയനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ദേവ്യാനി പറയും, നമ്മളെയും കാട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാണ്. അപ്പം ആദർശ് പറയും, എന്തായാലും അമ്മ ഇത് നമ്മൾ ഫോൺ വിളിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്ക് നേരിട്ട് ചെന്ന് മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും പറയാമെന്ന് പറയും കേട്ടോ. അങ്ങനെ അവർ നേരെ അനന്തപുരിയിലേക്ക് പോയിട്ട് മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, നയന ഇതണക്ക് അമ്മയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സന്തോഷമാകും കേട്ടോ. അപ്പോഴത്തേക്ക് മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട്, ഇതൊരു ആഘോഷം തന്നെ ആക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ ജലജയ്ക്കും ജാനകിക്കും ഒന്നും ഇതൊന്നും കേട്ടിട്ട് അത്ര സന്തോഷമൊന്നും ആവുന്നില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടോ, ഇനിയിപ്പോൾ ഗർഭിണിയും കൂടെ ആയി, ഇനിയിപ്പോൾ നിലത്തൊന്നും വെക്കത്തില്ല ഇനി മരുമോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.